അദ്ദേഹം അമേരിക്കയിൽ വലിയ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഡോക്ടറാണ്. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈയിടെ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? നമ്മളൊക്കെ എല്ലാം തലയിൽ ഒരു വലിയ ചിത്രകാരൻ ഒളിച്ചിരിപ്പുണ്ട്, ഉറങ്ങിക്കിടക്കുക. പിക്കാസോ. വേണമെങ്കിൽ നമുക്ക് പിക്കാസോ ആകാം, അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. വേണമെങ്കിൽ നമുക്ക് ഐൻസ്റ്റൈൻ ആകാം, വേണമെങ്കിൽ മാഡം ക്യൂറി ആകാം, വേണമെങ്കിൽ മഹാത്മാഗാന്ധി ആകാം, ആരുമാകാം. ഇതിനുള്ള എല്ലാ കഴിവുകളിലൂടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ കഴിവുകളെ ഉണർത്തണം, വളർത്തണം. അപ്പോൾ ഈ കഴിവുകളെ വളർത്താൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം, അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് മാർക്ക് മേടിക്കാനോ ഒരു ഡിഗ്രി എടുക്കാനോ അല്ല. ഈ കഴിവുകളെല്ലാം വളർത്തണം. ഈ കഴിവുകളെല്ലാം നിങ്ങളെ ബോധപൂർവം വളർത്തി തുടങ്ങിയാൽ നിങ്ങൾ പടിപടിയായി വളരും. അതിനുവേണ്ടി ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഈ വിവരമൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് വന്ന് പറഞ്ഞത്? രാമേന്ദ്രൻ എന്ന് പറയുന്ന ആ വലിയ ഡോക്ടർ എഴുതിയ പുസ്തകം ഞാൻ കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചപ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ അദ്ദേഹം ചികിത്സിച്ച ചില രോഗികളെപ്പറ്റി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ, നമ്മുടെ കുമാരനെല്ലൂർക്കാർ കുട്ടികളെല്ലാം ഇതുപോലെ ജീനിയസുകളാണല്ലോ, അവരോട് ഇതൊന്ന് പറയണമല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്, ഇല്ലേ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാന്മാരെല്ലാം നിങ്ങളെപ്പോലെയുള്ള സാധാരണ കുട്ടികളായിരുന്നു. ഒരിക്കലേ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു ചേട്ടനും എന്നും കൂടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. കളിക്കുമ്പോൾ അവിടെ ഒരു പക്ഷി പറക്കുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പക്ഷി പറക്കാൻ നോക്കിയിരുന്നു കുറേ നേരം. ഇത് കണ്ടപ്പോൾ ചേട്ടന് ഭയങ്കര അസൂയ. എന്താണ്? അയ്യോ, ഇതുപോലെ പറക്കാൻ പറ്റുന്നില്ലോ എന്ന്. ഉടനെ അനിയനെ വിളിച്ചു. എടാ അനിയ, ഇതുപോലെ ഒന്ന് പറക്കാൻ നമുക്ക് പറ്റിയിരുന്നത് എത്ര നല്ലതായിരിക്കും. അപ്പോൾ അനിയനത് കേട്ടപ്പോൾ വലിയ ആവേശം. അനിയൻ പറഞ്ഞോ, എൻ്റെ ചേട്ടാ, ഇതുപോലെ നമുക്കൊന്ന് പറക്കണം. എനിക്കെന്തൊരാശയാണെന്നറിയോ? ചേട്ടൻ പറഞ്ഞപ്പോൾ ഈ ആശ വന്ന് നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളാരെങ്കിലും സാറന്മാർ കേട്ടിരുന്നേ പറഞ്ഞേനെ, ഇതേ രണ്ട് വട്ടന്മാരവിടെ ഇരിക്കുന്നു. എന്താ കാര്യം? മനുഷ്യന് പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റില്ല, ചിറകില്ല. പക്ഷേ ഈ ചേട്ടനും അനിയനും പറക്കണം എന്ന് മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി. മോക്കേതാണ്ട് പറയാൻ തോന്നുന്നുണ്ടല്ലേ? അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ഈ ചേട്ടനും അനിയനും കൂടെ ഈ സ്വപ്നം കണ്ടാണ് വിമാനം കണ്ടുപിടിച്ചത്. റൈറ്റ് സഹോദരന്മാർ കേട്ടിട്ടുണ്ടോ? റൈറ്റ് ബ്രദേഴ്സ്, അവരാണ് വിമാനം കണ്ടുപിടിച്ചത്. ഇങ്ങനെയാണ് ലോകത്തിലെല്ലാ കണ്ടുപിടുത്തം നടത്തുന്നത്. നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് ആശയങ്ങൾ സ്വീകരിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങണം. എല്ലാ സ്വപ്നങ്ങളുടെയും തുടക്കം എവിടെയാണ്? പുതിയ ആശയങ്ങളിലാണ്. ഒരു കുട്ടിയെ പുസ്തകം വായിപ്പിക്കാതെ ഇരുട്ടത്ത് വളർത്തുകയാണെന്ന് വെച്ചു. അങ്ങനെ ഒരു കഥ തന്നെ ഞാൻ ഉമ്മക്കുട്ടിയുടെ അമ്മൂമ്മ എന്നെൻ്റെ ഒരു ബുക്കുണ്ട്, ലൈബ്രറി കൊണ്ടെടുത്ത് വായിക്കണേ. അതിനകത്തൊരു കഥ പറയുന്നുണ്ട്. എന്താണെന്നറിയോ കഥ? ഈ നരകത്തിൽ ഒരു വലിയ അസുരൻ ജീവിക്കുന്നുണ്ടായിരുന്നു. ആ അസുരൻ്റെ പേരാണ് നരകാസുരൻ. അവൻ ഇരുട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. അവിടെ നമുക്ക് വേണമെങ്കിൽ അവനെ അന്ധകാരാസുരൻ എന്ന് വിളിക്കാം. അവന് വെളിച്ചം ഇഷ്ടമല്ല, വെളിച്ചമാണ് വിജ്ഞാനം. അവനെ ഇരുട്ടത്ത് മാത്രം ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവന് ഈ ദേവലോകം കീഴടക്കണം എന്ന് നിശ്ചയിച്ചു. ദേവലോകം കീഴടക്കാൻ എന്താണ് വിദ്യ? ഇതുവരെ സാധിക്കുന്നില്ല ആർക്കും. ചെന്ന് ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് ഈ ദേവലോകത്തെ എല്ലാവരും ഒന്ന് കീഴടക്കി അടിമകളാക്കണം, എന്താ വഴിയെന്ന് ചോദിച്ചു. കാരണം ദേവലോകത്തുള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ ഗുരു പറഞ്ഞു കൊടുത്ത് അതിന് ഒറ്റ വഴിയുള്ളൂ. എന്താണെന്നറിയോ? ഒരു രാത്രി ദേവന്മാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നീ ചെന്നിട്ട് ഈ ദേവലോകത്തുള്ള മുഴുവൻ കുട്ടികളെയും മോഷ്ടിച്ച് നിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു ഇരുട്ടറയിലിട്ട് വളർത്തണം. ഒരു 10 കൊല്ലം ഒരു ഇരുട്ടറയിട്ട് വളർത്താമെങ്കിൽ ഇവർ പിന്നെ മണ്ടന്മാരായിക്കോളും. അപ്പോൾ ഇവനൊരു നല്ല ഇരുട്ടുള്ള രാത്രി പോയി ദേവന്മാർ കാണാതെ ഈ സകല കുട്ടികളെയും പെറുക്കിയെടുത്ത് ഇവൻ്റെ ഈ നരകാസുരൻ്റെ ഈ അവിടെ കൊണ്ടുവന്നിട്ട് ഒരറക്കെത്തിട്ട് പൂട്ടി. രാവിലെ കുട്ടികൾ ഉണരുമ്പോൾ എന്താ ഇരുട്ട് മാത്രമേ കാണാനുള്ളൂ. ഉടനെ പിള്ളേരെല്ലാം കൂടെ ചെവിയിൽ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആരോ എന്തോ കുഴപ്പം കാണിച്ചാണെന്ന് മനസ്സിലായി. ഇവരെല്ലായിടത്തും മുട്ടി ഈ മുറിക്കകത്തെല്ലാം തട്ടി മുട്ടിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവസാനം ഇവർക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് ഒരു ഭിത്തിയുടെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ശബ്ദ വ്യത്യാസമുണ്ട് മുട്ടും. അപ്പോൾ അവരവിടെ പതുക്കെ വലിച്ചു പൊക്കി നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ വാതിലുണ്ട്. അപ്പോൾ ഈ വാതിലിൽ കൂടെ ഈ പിള്ളേരെല്ലാം താഴെ ഇറങ്ങി. 100 കണക്കിന് കുട്ടികളുണ്ട്. താഴെ ഇറങ്ങിയപ്പോൾ താഴെ കൂടെ വലിയ വഴി, അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ ഇവരെല്ലാം ഓടി അവസാനം ചെല്ലുമ്പോഴല്ലോ ഒരു വലിയ അറയുടെ മുമ്പിൽ ചെല്ലും, ഒരു വലിയ മുറിയുടെ മുമ്പിൽ ചെല്ലും. ആ മുറി തള്ളി ഇവരങ്ങ് തുറന്നു കഴിയുമ്പോൾ അവർ അത്ഭുതപ്പെടുക. ഈ മുറിക്കകത്തെല്ലാം ഒത്തിരി അറകളുണ്ട്. ഓരോ കുട്ടി ഓരോ അറ തുറക്കാൻ തുടങ്ങി. ഒരു കുട്ടി അറ തുറന്നപ്പോൾ കഥാപുസ്തകങ്ങളാണ്.
കഥയുടെ അറിയാം. ഉടനെ ധാരാളം കഥകളെടുത്ത് വായിച്ച് കുട്ടി വളരാൻ തുടങ്ങി. വേറൊരാൾ പറഞ്ഞത് പരീക്ഷണങ്ങളുടെ അറിയാം, പരീക്ഷണ പുസ്തകങ്ങളാണ്. അപ്പോൾ അതെടുത്ത് വായിച്ച് ആ കുട്ടി വളരാൻ തുടങ്ങി, പരീക്ഷണങ്ങൾ ചെയ്ത്. ഒരു കുട്ടി തുറന്നപ്പോഴത്തേക്ക് സംഗീതത്തിൻ്റെ അറിയാം, അപ്പോൾ സംഗീതത്തിൽ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ ഓരോ കുട്ടി അവർക്ക് വേണ്ട അറ തുറന്ന് അവർക്ക് വേണ്ട വിഭവങ്ങളെടുത്ത് വളർന്ന് കുറേ ദിവസങ്ങൾ, കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടികളെല്ലാം നല്ല മിടുക്കരായി. അസുരൻ അവസാനം കുട്ടികളെ തപ്പി ഈ അറയുടെ അവിടെ വന്നു. അറയുടെ അവിടെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ വാതിൽ തുറന്ന് ഈ വെളിച്ചത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അസുരൻ പേടിച്ച് മരിച്ചുപോയി. അങ്ങനെ ഈ കുട്ടികൾ തിരിച്ച് ദേവന്മാരുടെ അടുത്ത് ചെന്ന് അവരുടെ ശക്തി പുനഃസ്ഥാപിച്ചു. അവരാ താമസിച്ച അറ ഏതാണെന്ന് മനസ്സിലായോ? ഓരോ അറയും തുറക്കുമ്പോഴത്തേക്ക് പരീക്ഷണങ്ങളുടെ അറ, കഥകളുടെ അറ, പാട്ടുകളുടെ അറ, ആ ലൈബ്രറി ഇല്ലേ, ആ ലൈബ്രറി ആയിരുന്നു, പുസ്തകശാലയായിരുന്നത് ഇല്ലേ. ഓരോ അറയും ഓരോ പുതിയ അറിവ് നമുക്ക് ഉണ്ടാക്കിത്തരും. നമ്മൾ ഓരോ പുസ്തകം എടുത്താലും ആ പുസ്തകത്തിൻ്റെ പുറകിൽ വലിയൊരു കഥ കാണും. ആ കഥ ഈ എഴുതിയ ആൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഇന്ന പുസ്തകം എഴുതിയത് ഇന്ന കഥ എന്ന് നമ്മളാരോടും പറയാറില്ല. ഞാനൊരു 2 വർഷം മുമ്പ് എൻ്റെ ഇളയ മകൻ്റെ കുട്ടിയായിട്ട് ഇന്തോനേഷ്യയിൽ പോയി താമസിച്ചു കുറേ നാൾ. അവളൊരു തെമ്മാടിയാണ്, 1ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ ഇവളെയും കൂടെ ഇങ്ങനെ അവിടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അഗ്നിപർവ്വതം ചത്ത അഗ്നിപർവ്വതമല്ല, ഇപ്പോഴും സജീവമായ അഗ്നിപർവ്വതം. അപ്പം ഞങ്ങൾ കാറിൽ പോയി ഈ മലയുടെ പൊക്കത്തിൽ അങ്ങ് കയറി, വലിയൊരു 2-4 തെങ്ങിൻ്റെ പൊക്കത്തിൽ കയറി നിന്ന് ഈ താഴോട്ട് നോക്കുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ പുക വരുന്ന കാണാം. താഴോട്ട് നോക്കാൻ നമ്മുടെ തല കറങ്ങും, അത്ര താഴ്ചയാണ്. അപ്പോൾ കുറേ നേരം ഇതെല്ലാം കണ്ടിച്ച് ഞങ്ങൾ വീണ്ടും കാറിൽ പോയി ഈ കാട്ടിൻ്റെ ഒരു മൂലയിൽ ചെന്നു. ഒരു 2 മണിക്കൂർ യാത്ര ചെയ്തു. എന്നിട്ട് കാട്ടിൽ കൂടെ ശബരിമലയ്ക്ക് പോകുന്ന പോലെ നമ്മൾ നടന്ന് 2-3 മണിക്കൂർ നടന്ന് ഈ ഗൈഡൊക്കെ എന്നെ പിടിച്ച് ഈ മരത്തിൻ്റെ കമ്പയിലെല്ലാം പിടിച്ച് ഈ വള്ളിയിലെല്ലാം പിടിച്ച് അവസാനം താഴെ ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവസാനം ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള ഈ വലിയ ദ്വാരത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. ഈ ദ്വാരം എത്രയുണ്ടെന്നറിയോ? നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, ഒരു 2 ഫുട്ബോൾ ഗ്രൗണ്ടിന് എത്രയുണ്ട്. ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ദ്വാരത്തിൻ്റെ വലിപ്പമാണ് ഞാനീ പറഞ്ഞു. ഞങ്ങളവിടെ ഈ ലാവയെല്ലാം അവിടെ ഈ തണുത്ത് കിടക്കുക പാറയായിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു 3-4 കുളങ്ങളാണ് അതിൻ്റെ അകത്ത്. ഒരു കുളത്തിൽ നോക്കുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുക, എന്നിട്ട് ഭൂം എന്നിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക വെള്ളം. അപ്പോൾ ഇവർ പാറയെല്ലാം വെച്ച് നമ്മുടെ മുഖത്തോട്ട് ഇത് വരാതെ വെച്ചിട്ടാണ് നമ്മളെ വട്ടത്തിൽ നിർത്തുന്നത്. അപ്പോൾ ഗൈഡ് ഞങ്ങളെ ഇങ്ങനെ വട്ടത്തിൽ നിർത്തിയിട്ട് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാൻ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശപ്പോ? ഇപ്പം നമ്മൾ ആനയെ തിന്നും അതുപോലെ വിശപ്പാണ്. കാരണം 2-2.5 മണിക്കൂർ ഇറങ്ങി വന്നിരിക്കുക. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ഒരു 6-7 നാടൻ മുട്ട മേടിച്ചൊരു സോസ്പാനി വെച്ചു. സോസ്പാനൊരു വലിയ വടി കെട്ടിയിട്ടുണ്ട്, കഴുക്കോലോ. അത് വെച്ചിട്ട് ഈ കുളത്തിലോട്ട് ഇറക്കി വെച്ചാണ് ഈ പ്രസംഗം. ഇതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കഥകളുമൊക്കെ പറഞ്ഞ് ഇയാളിതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ് വെച്ച് ഈ സോസ്പാൻ വലിച്ചെടുത്തപ്പോഴത്തേക്ക് മുട്ടയെല്ലാം റെഡി. പുഴുങ്ങിയിരിക്കുക. എല്ലാവർക്കും നല്ല ഓരോ ചൂട് മുട്ട തിന്നാൻ തന്നു. എന്നിട്ട് അപ്പുറത്തെ കുളത്തിൽ കൊണ്ടിരുത്തി. അപ്പുറത്തെ കുളത്തിലെ ചെറു ചൂട് വെള്ളമാണ്. അപ്പോൾ നമുക്കവിടെ കാലിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവർ ഈ കളിമണ്ണെല്ലാം എടുത്ത് നമ്മുടെ കായയിലൊക്കെ പരട്ടി നന്നായിട്ട് തിരുമ്മി നമ്മുടെ ആരോഗ്യം വരുത്തി. ഈ അഗ്നിപർവ്വതത്തിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അഗ്നിപർവ്വതം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷേ ഇത് ഇത്ര അത്ഭുതകരമാണെന്ന് ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിശ്വസനീയമായൊരു വികാരമായിരുന്നു അതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ. അല്ലാത്ത മണമാണ്, സൾഫറിൻ്റെ മണമാണ്. അപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ കുറേ ടീച്ചർമാരോട് ഞാൻ ഈ വിശേഷമൊക്കെ പറയുമ്പോൾ അവർ പറയും, എൻ്റെ സാറേ ഇത് എഴുതണം, തീർച്ചയായിട്ടും എഴുതണം എന്ന് വിടും. അങ്ങനെയാണ് ഞാൻ ഈ DC ബുക്സ് ഈയിടെ ഇറക്കിയ 2 കാന്താരി കുട്ടികൾ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പുസ്തകം എഴുതി. അപ്പോൾ ഈ പുസ്തകം ഞാൻ ഒത്തിരി സ്ഥലത്ത് പോയി ഇത് കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്ന് ആലോചിച്ച് എഴുതിയൊരു പുസ്തകമല്ലേ. നിങ്ങൾക്ക് ഈ പുസ്തകം ലൈബ്രറിയിൽ നിന്നെടുത്ത് 1-2 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നില്ലേ. ഇങ്ങനെയാണ് നമ്മൾ പുസ്തകം വായിച്ച് നമുക്ക് ആശയങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ പുസ്തകത്തിൽ നമുക്ക് ഓരോരോ പുതിയ വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പല വിവരങ്ങളും നമ്മൾക്ക് ഇതുവരെ അറിയാൻ മേലാത്ത വിവരങ്ങളായിരിക്കും. അങ്ങനെയാണ് നമ്മൾക്ക് ആശയങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ പാഠപുസ്തകം മാത്രം പഠിച്ച് ഒരു കുട്ടിയും മിടുക്കരാറില്ല. മറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. നിങ്ങൾ ഈ പാഠപുസ്തകം അല്ലാതെ ബാലസാഹിത്യമൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടോ? ഇടയ്ക്ക് വായിക്കാറുണ്ടല്ലേ? ഒരു ദിവസം എത്ര പേജ് വായിക്കാൻ പറ്റും? അതായത് വർക്കിംഗ് ഡേയിലും വായിക്കണം,
എല്ലാ ദിവസവും വായിക്കണം. ഒരു ആണ്ടിൽ എത്ര ദിവസമുണ്ട് മോളെ? 200 300ആണോ? 300 ഉച്ചത്തിൽ പറഞ്ഞേ 300 ദിവസം ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? ചില ദിവസം പനിയായിട്ട് കിടക്കും ഇല്ലേ, ചില ദിവസം നമുക്ക് വയറ്റിൽ അസുഖമായിരിക്കും, കുറിച്ച് നേരാൻ സമയം കിട്ടുകയില്ല ഇല്ലേ, അങ്ങനെയൊക്കെ മാറുകയല്ലേ. അല്ലെ കല്യാണത്തിന് പോകണം, അല്ല ചില ദിവസം മടി, ഞാനിന്ന് എഴുന്നേൽക്കുകയില്ല, അമ്മയോട് പറയാറില്ലേ ഇന്ന് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുക. ശരി, അങ്ങനെയൊക്കെ കുറേ ദിവസം പൊക്കോട്ടെ. 365 ദിവസത്തെ 300 ദിവസം വായിക്കാവോ? ഇതിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക അത് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയും നിങ്ങളിങ്ങനെ തീരുമാനം പിന്നെ മാറ്റി പറയരുത്. 300 ദിവസം വായിക്കുമോ കുമാരതല്ലൂക്കാർ? ഞാൻ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററെ കാണും, അന്നേരം പറയും നിങ്ങൾ 300 ദിവസം വായിക്കാമെന്ന് എന്നോട് സമ്മതിച്ചിരിക്കുന്നതാണ്. ഒരു ദിവസം എത്ര പേജ് വായിക്കും? ഒരു 10 പേജ് വായിക്കാവോ? ബാലസാഹിത്യ ഗ്രന്ഥമല്ലേ, കഥയൊക്കെ ആയിരിക്കുമല്ലോ. അതിൽ കൂടുതൽ വായിക്കാം. നമുക്ക് 10 വെച്ചങ്ങ് തുടങ്ങാം. മോൾക്ക് അതിൽ കൂടുതൽ വായിക്കാം. മോൾക്കൊരു 100 വായിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളി കിടക്കുന്നില്ലേ. ശരി, 10 വായിക്കുമെന്ന് വിചാരിക്കും. 300 ദിവസം ഒരാണ്ടി വായിക്കും. ആകെ എത്ര പേജായി? 300 ദിവസം ഒരു ദിവസം 10 പേജ്. 300 ഗുണം 10 എത്രയായി? ഒരു 0 കൊണ്ട് ഇട്ടാൽ പോരെ? 3000 പേജ് വായിക്കും ഒരാണ്ടി. തീർച്ചയായും കേട്ടോ, വായിക്കണേ കേട്ടോ. എൻ്റെ നേരെ നമുക്ക് ചിരിച്ചിരുന്നാൽ പോരാ, വായിക്കണം. 3000 പേജെന്ന് പറഞ്ഞാൽ എത്ര പുസ്തകം കാണും? ഒരു ബുക്കിൽ ഞാൻ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഒരു ബുക്കിന് ഏകദേശം 100 പേജാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 3000 പേജെന്ന് പറഞ്ഞാൽ എത്ര ബുക്കായി? ഒരു 0 വെട്ടിക്കളഞ്ഞാൽ പോരെ? 2 0 വെട്ടണം, 100 ആകുമ്പോൾ ഇല്ലേ? എത്രയായി? 3000ത്തിൽ 2 0 വെട്ടിയാൽ 30 പുസ്തകം വായിക്കും. ഒരു ദിവസം 10 പേജ് വെച്ച് ഒരാണ്ടി 300 ദിവസം തീർച്ചയായിട്ടും വായിച്ചാൽ ഒരു കുട്ടിക്ക് ഒരു വർഷം എത്ര ബുക്ക് വായിക്കാം നമ്മളെ? 30 ബുക്ക് വായിക്കാം. ഇങ്ങനെ എത്ര കൊല്ലം വായിക്കാൻ പറ്റും നമുക്ക്? എനിക്ക് വയസ്സൊക്കെ ആയി തുടങ്ങി അല്ലേ. എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു 10-100 വയസ്സ് തോന്നിക്കുമോ? എത്ര തോന്നിക്കും? എന്നോടുള്ള സ്നേഹം കൊണ്ട് കുറച്ച് പറയരുത്. എന്നെ കണ്ടാൽ എത്ര തോന്നിക്കും മോളെ? 17 തോന്നിക്കുമോ? കേട്ടോ, എന്നോടുള്ള സ്നേഹം കൊണ്ട് വയസ്സ് പറയുകയല്ല എന്നോട്. കുറേ കഴിയുമ്പോൾ ഈ കണ്ണൊന്നും കാണാൻ മേലാതാകും, വായിക്കാൻ പറ്റാതാകും ഇല്ലേ. അപ്പോൾ ഒരു വർഷം 30 പുസ്തകം വെച്ച് 50 വർഷമെങ്കിലും വായിക്കുമെന്ന് അങ്ങ് വിചാരിക്കുക. 50 നമുക്ക് 60 വർഷം വായിക്കാം അല്ലേ. ഇപ്പം എത്ര വയസ്സായി? 11. അപ്പോൾ 10 വയസ്സെന്ന് പിടിച്ചു എളുപ്പത്തിന്. അപ്പോൾ ഇനി ഒരു 60 വർഷം വായിക്കണം. അപ്പോൾ 70 വയസ്സ് വരെ വായിച്ചിരിക്കണം. മറന്നുപോയേക്കല്ലേ. അപ്പോൾ 60 വർഷം വായിക്കാൻ പോവുകയാണ് മോള് എല്ലാവരും. 60 വർഷം, ഒരു വർഷം എത്ര പുസ്തകം വായിക്കും? 30. 60 ഗുണം 30 ഒരാണ്ടി ഒരു ജീവിതകാലം മുഴുവൻ വായിക്കാൻ പോകുന്ന പുസ്തകമാണ്. എത്രയായി? 60 ഗുണം 30 6 3 18 എത്രയായി? 1800 ബുക്ക് വായിക്കും നിങ്ങൾ. എല്ലാ വർഷവും 10 പേജ് വായിച്ച് ആണ്ടി 300 ദിവസം വായിച്ച് മടിക്കൂടാതെ വായിച്ചാൽ ഒരു ജീവിതകാലം കൊണ്ട് നിങ്ങൾ വായിക്കാൻ പോകുന്ന പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? 1800. 1800 പുസ്തകം വായിച്ചാൽ മതിയോ? ഞാൻ വായനയെപ്പറ്റി പഠിക്കാനായിട്ട് ജർമ്മനിയിൽ പോയി കുറേ നാൾ താമസിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ലൈബ്രറിയിലാണ് പോയി താമസിച്ചു. മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. അന്ന് ഞാനവിടെ താമസിക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെ ഒരു 25-30 ലക്ഷം പുസ്തകത്തിൽ കൂടുതലുണ്ടായിരുന്നു അന്ന്. നിങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ലൈബ്രറി ചെന്ന് നോക്ക്, 10,000 പുസ്തകം കാണും അവിടെ. ലോകത്തെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. കുമാരനെല്ലുകാർ കുട്ടികളിരുന്ന് കണക്ക് കൂട്ടി പറയുകയാണ്, ഞങ്ങൾ ജീവിതകാലം കൊണ്ട് 70 വയസ്സ് വരെ ജീവിച്ച് എത്ര ബുക്ക് വായിക്കുന്ന? മതിയോ? പോരാ അല്ലേ. പിന്നെ എത്ര വായിക്കണം? ആട്ടെ, ഇതിൻ്റെ 10 ഇരട്ടി വായിക്കുമെന്ന് വിചാരിക്കും. വെറുതെ സങ്കല്പിക്കാൻ പോയാൽ മോൾക്ക് 10 ഇരട്ടി വായിക്കണം എന്ന് ആഗ്രഹം അല്ലേ. 10 പേജിന് പകരം ശരാശരി ഒരു ദിവസം 100 പേജ് വായിക്കുന്നൊരു കുട്ടി വിചാരിച്ചാൽ പോലും 18,000 പുസ്തകമാകുള്ളൂ ഇല്ലേ. 10 പേജിന് 20 പേജ് വായിക്കുമെന്ന് വിചാരിച്ചാൽ ഇരട്ടിയായി അല്ലേ. അതായത് ഒരാണ്ടി 60 ദിവസം വെച്ച് വായിക്കാമെങ്കിൽ 60 വർഷം വായിക്കുകയാണെങ്കിൽ 1800 ഗുണം 2 3600 പുസ്തകം വായിക്കുള്ളൂ. കണ്ടോ, ഇപ്പോഴേ വായിച്ചു തുടങ്ങണം. ഇപ്പോഴേ വായിച്ചു തുടങ്ങിയാൽ തന്നെ ഒരു 10,000-2,000 പുസ്തകമേ വായിക്കാൻ സാധിക്കുള്ളൂ. എത്ര പുസ്തകങ്ങളാണ് ലോകത്തെന്നറിയോ. ആദ്യം നല്ല രസമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളൊക്കെ വായിക്കണം. വായിച്ചാൽ കഥ വായിച്ച് ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളറിയാതെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. തേന്മാവിൻ്റെ കഥ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഒരു കഥയുണ്ട് അതിനകത്ത്. ഒരു തേന്മാവിൻ്റെ കഥ. അത് വായിക്കാമെങ്കിൽ നിങ്ങൾ ഒന്നാം തരമായിട്ട് പരിസ്ഥിതി ശാസ്ത്രം പഠിക്കും. അപ്പോൾ അങ്ങനെ
ഈ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം. ഈ വായിക്കുന്നത് 30 പേജ് വായിച്ചാൽ മതി നമ്മൾ പറഞ്ഞെങ്കിലും അത്രയും വായിച്ചാൽ പോരാ.